ഹലോ, കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വൃത്തിയാക്കിയിട്ടേ ഒന്ന് കറി വെച്ച് നോക്കിയാലോ? അതിനായിട്ടേ നമുക്ക് കക്കേനെ ഒന്ന് പുഴുങ്ങിയാലോ? പുഴുങ്ങി ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കണം ആവശ്യത്തിന്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചറപറാന്ന് പൊട്ടിക്കഴിയുമ്പോഴേ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ചുമല കളറാകും. അതിലോട്ട് നമുക്ക് ഈ സബോള ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന്. അപ്പോൾ ഞാനിവിടെ 2 സബോള എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 2-3 കറിവേപ്പിലൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇച്ചിരി ഒന്ന് വാടി മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാവേ. നല്ലോണം മൂത്ത് കഴിയുമ്പോഴത്തേനുമേ നമുക്ക് പൊടികൾ ഓരോന്നായിട്ടിടാം. മഞ്ഞൾ പൊടി, പിന്നെ നമ്മളിടുന്നത് മല്ലിപ്പൊടി ഇട്ടു. അതിലേക്ക് നമുക്കിനി കുറച്ച് മുളക് പൊടി ഇടാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് മസാല പൊടിച്ചത് ആവശ്യത്തിന് കേട്ടോ. ഇത് വീട്ടിൽ പൊടിച്ച മസാലയാണ്. എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നല്ലവണ്ണം അതിൽ മസാലയെല്ലാം പിടിക്കുന്നതിന് വരെ യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. ആ തക്കാളിയും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മസാല എല്ലാം ആദ്യം മിക്സായി കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എത്രയാണോ ഉപ്പ് വേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക പയ്യെ ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാവേ. നല്ലോണം ഇളക്കി മസാലയെല്ലാം അതിൽ പിടിക്കുന്ന പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എത്ര തേങ്ങ ഇടുന്നു അത്രയും രുചിയായിരിക്കും നമ്മുടെ കറിക്ക് കേട്ടോ. നമുക്ക് നല്ലോണം യോജിപ്പിച്ച് വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാവേ. കക്ക തോരനെന്നോ കക്ക വരട്ടിയെന്നോ എന്ത് വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്തായാലും കക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.